കൃപയുടെ നിങ്ങളോടുകൂടി ലഭിച്ച ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഇന്നലെയും ഇന്ന് പകലുള്ള മീറ്റിങ്ങിൽ എനിക്ക് വളരെ സഹായകരമായിരുന്നൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയാണ്. വെരി അപ്രീഷിയേറ്റീവ് ഓഫ് ദാറ്റ്. നിങ്ങൾ വചനം ശ്രദ്ധിക്കുന്നതിൽ നിങ്ങൾ കാണിക്കുന്ന ശുഷ്കാന്തി വളരെ എനിക്ക് പ്രചോദനകരമായിരുന്നു. ഞാൻ നിങ്ങളുടെ വികാരത്തോടല്ല സംസാരിക്കുന്നത്, നിങ്ങളുടെ മനസ്സിനോടും ഹൃദയത്തോടും ചിന്തയോടും വളരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുള്ളൂ. നിങ്ങൾ ഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ എനിക്ക് മുൻപോട്ട് പോകാനും കഴിയുള്ളൂ. എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇസ് കട്ട്. ഐ മൈസെൽഫ് ഐ ആം ബ്ലോക്ക്ഡ്. ആശയവിനിമയത്തിന് തടസ്സം വരുമ്പോൾ എനിക്ക് തന്നെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഐ ആം ഹാപ്പി യു ആർ വെരി ഓപ്പൺ ഇൻ യുവർ ഹിയറിംഗ്. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ കാണിക്കുന്ന ജാഗ്രതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിച്ച് വന്നിരുന്ന ഒരു പൊതു സന്ദേശം ഇതായിരുന്നു, മൂവിങ് ഓൺ ഇൻ അവർ കോൾ. നമ്മുടെ വിളിയിൽ മുൻപോട്ട് നാം പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. ആ ബന്ധത്തിൽ ഒന്നിട്ട് ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് ചേർന്ന് പങ്കുവയ്ക്കുകയുണ്ടായി. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന ചിന്ത എസെൻഷ്യൽസ് ടു മൂവ് ഓൺ. നമുക്ക് മുന്നേറിക്കൊണ്ടിരിക്കേണ്ടതിനായിട്ട് അനിവാര്യമായിരിക്കുന്ന ചില ഘടകങ്ങൾ, അതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ആത്മീയമായിട്ട് നാം മുന്നേറേണ്ടതിനായിട്ട് തിരുവചനത്തിൽ പ്രാഥമികവും അടിസ്ഥാനപരമായിരിക്കുന്ന ചില വസ്തുതകളുണ്ട്. അത് മറികടന്ന് നമുക്ക് മുമ്പോട്ട് പോകുക എന്നുള്ളത് സാധ്യമല്ല. വളരെ ആത്മീയമായി മുൻപോട്ട് പോകുവാൻ വലിയ താല്പര്യം കാണിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. വെരി സിൻസിയർ, വളരെ ആത്മാർത്ഥമായിട്ടാണ്. പക്ഷെ ഒരു ഇടത്ത് വന്ന ശേഷം they don't know the way, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കുന്നു, പ്രാർത്ഥന അറിയിക്കുന്നു. They try to do whatever possible. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചു, but they are stuck, not able to proceed. മുൻപോട്ട് പോകുവാൻ കഴിയാത്തൊരു നിലയിൽ ആയിരിക്കുന്ന വളരെ പേരുണ്ട്. It's simple. When you don't have a path, you cannot walk further. നിങ്ങളുടെ മുമ്പിൽ ഒരു പാതയില്ലാത്തിടത്തോളം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. പലപ്പോഴും ആത്മീയത സംബന്ധിച്ച് ഒരുപാട് സങ്കല്പങ്ങളിലാണ് നാം ജീവിക്കുന്നത്. പറയാറുണ്ട്, ആരാധിച്ച് പോകണം, പാടി അങ്ങ് പ്രാർത്ഥിച്ച്. We are very unclear of the spiritual path of progression. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പുരോഗതിയുടെ പാത സംബന്ധിച്ച് നമുക്ക് വളരെ അവ്യക്തതയുള്ളവരാണ്. ആ ബന്ധത്തിലാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നത്. The first thing to progress in our life is the path of truth. നമ്മുടെ ആത്മജീവിതത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമായിരിക്കുന്ന ആദ്യത്തെ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് സത്യത്തിന്റെ പാത എന്നുള്ളതാണ്. Truth is not a dogma, great ideas, thoughts or even doctrines. നാം പഠിച്ചിരിക്കുന്ന ഉപദേശ വിഷയങ്ങൾ, നമ്മുടെ പ്രത്യേകമായിരിക്കുന്ന വിഭിന്നതകൾ, നാം ശരിയെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ ആ ബന്ധത്തിൽ കൊണ്ടു നടക്കുന്ന ആശയങ്ങൾ, ഈ കാര്യങ്ങൾ ആണ് നാം സത്യമെന്ന് ധരിക്കാറുണ്ട്. ഈ കാര്യങ്ങളൊന്നും സത്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ സത്യം നമുക്ക് വ്യക്തമായി തീരുമ്പോൾ നാം മനസ്സിലാകുന്നൊരു കാര്യം, സത്യം നമുക്ക് നടക്കുവാനായിട്ടൊരു പാത എന്നുള്ളതാണ്. യോഹന്നാന്റെ 2-ാം ലേഖനം 2 യോഹന്നാൻ 4-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2 യോഹന്നാൻ 4-ാം വാക്യം. ഞാൻ വളരെ സന്തോഷിക്കുന്നു. കാരണം നിങ്ങൾ സത്യത്തിന്റെ പേരിലുള്ള നിങ്ങൾ നിലപാടെടുത്തിരിക്കുന്നു. സത്യത്തെ സംബന്ധിച്ച് വളരെ ശുഷ്കാന്തിയുള്ളവരായിരിക്കുന്നു. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഇറ്റ്. ബട്ട് ബിയോണ്ട് അതിൻ്റെ അപ്പുറത്ത്
സെറനാൾ ആത്യന്തികമായി വരുമ്പോൾ ഐ ആം സോ ഗ്ലാഡ് യു വാക്ക് ഇൻ ട്രൂത്ത്. നിങ്ങൾ സത്യത്തിൽ നടക്കുന്നു. സത്യം ഒരു പാതയാണ്. സത്യം നടക്കുവാനുള്ളൊരു പാതയാണ്. നടപ്പ് എന്ന് പറയുന്നത് എപ്പോഴും മുൻപോട്ടുള്ള ഗമനമാണ്, പുരോഗതിയാണ്. Truth is for us to walk. ആ നിലയിൽ സത്യത്തെ നാം ഗ്രഹിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു പുരോഗതി ലഭ്യമല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം വരുവാനായിട്ട് ഇടയായിത്തീരും. സത്യത്തെക്കുറിച്ച് വളരെ വളരെ നമുക്ക് വിശദീകരിച്ചു പോകാനായിട്ട് കഴിയും. എന്നാൽ സംക്ഷിപ്തമായിട്ട് നമ്മോടുള്ള ബന്ധത്തിൽ തിരുവചനത്തിന് സത്യത്തെ നാം ഏറ്റവും സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് എ വർക്ക് ആൻഡ് പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ ആളത്വവും അവൻ്റെ പ്രവൃത്തിയും. Our position in Christ and our life in Christ. ക്രിസ്തുവിൽ നമ്മുടെ നിൽപ്പ്, സ്റ്റാൻഡിങ് ഇൻ ക്രൈസ്റ്റ്, നാം ക്രിസ്തുവിൽ ആരായിരിക്കും. And our life in Christ, ക്രിസ്തുവിലെ നമ്മുടെ ജീവിതം. And our call and conduct, നമ്മുടെ വിളിയും നമ്മുടെ ജീവിതവും. ഈ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പരിധിയിൽ സത്യത്തെ നമുക്ക് സംക്ഷേപിച്ച് കാണാൻ കഴിയും. ആ നിലയിൽ സത്യം സംബന്ധിച്ച് ആ ഒരു ഉൾക്കാഴ്ചയിൽ നാം ജീവിക്കുമ്പോൾ സത്യം നമുക്കൊരു മാർഗമായി തീരുവാനായിട്ട് കഴിയും. സുവിശേഷത്തെ പൗലോസ് പ്രവൃത്തിയുടെ പുസ്തകം സുവിശേഷത്തെ കാണുമ്പോൾ the way, മാർഗം എന്നാ പറയുന്നത്. എബ്രായത്തിൽ പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി നമുക്ക് he has inaugurated a new and living way. ജീവനുള്ള പുതിയ വഴി, a new and living way. It's a way to walk. സത്യത്തെ നാം വാസ്തവത്തിൽ ഗ്രഹിച്ചെങ്കിൽ അത് നടക്കുവാനായിട്ടൊരു മാർഗമായി നമുക്ക് തീരും എന്നുള്ളതാണ്. അപ്പോൾ സത്യം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തുടക്കത്തിലെ കാര്യമായിട്ട് തീരേണ്ട കാര്യം, we should know the truth. സത്യം നാം അറിയണം. It's important to know the truth. സത്യം അറിയുക. കർത്താവ് എന്താ പറഞ്ഞത്? You shall know the truth. നിങ്ങൾ സത്യം അറിയും. സത്യം നിങ്ങളെ make you free. സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാണ്. Truth affects you only when you know the truth. Till you know the truth, truth doesn't affect you. സത്യം അറിയുമ്പോൾ മാത്രമേ സത്യം നിങ്ങളുടെ ജീവിതത്തെ ബന്ധിക്കുന്നു. അതുവരെയും സത്യമുണ്ട് എന്ന് പറയുന്നതിന്റെ കാര്യമില്ല. It's important that we know the truth. ഈ രാജ്യത്തിന്റെ നിയമമുണ്ട്. നാം നിയമം ലംഘിച്ചാൽ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചെയ്യുന്നത്. എന്നാൽ ലംഘനം എപ്പോഴും ലംഘനമാണ്. നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് നിയമം അറിയത്തില്ലാത്തതുകൊണ്ടായിരുന്നു. അറിഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിയമ ലംഘനമാണ്. We are supposed to know the law. നിയമം അറിയുവാൻ നാം ബാധ്യസ്ഥരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, it's very difficult to know details of the law. പാടുള്ള കാര്യമാണ്. എന്നാ വിശുദ്ധ ബൈബിൾ എത്ര വലിയ വില കൊടുത്ത് ദൈവം തന്നെ നേരിട്ട് സിംഹാസനം എഴുന്നേറ്റ് ചെയ്യിച്ച ഒരു കാര്യമാണ് ഈ ബൈബിൾ നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഈ പുസ്തകം നമ്മുടെ കയ്യിൽ ധാരാളം വീട്ടിൽ പൊടി പിടിച്ചൊക്കെ പടത്തിരിപ്പുണ്ട്. വളരെയധികം വേർഷൻസ് ഉണ്ട്. വളരെ ചീപ്പായിട്ട് ഇത് കിട്ടും. It's too plenty that we don't know its value. ചില വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഓരോ വീട്ടിലും ബൈബിൾ ഇല്ലായിരുന്നു. ഒരു സമൂഹത്തിൽ ബൈബിൾ ഇല്ലായിരുന്നു. ചിലർക്ക് ബൈബിൾ വായിക്കാൻ അനുവാദമേ ഇല്ലായിരുന്നു. But God made it possible that every one of us have the Bible. നമ്മുടെ പക്കലെല്ലാം ബൈബിൾ കിട്ടുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. Why? It's not to have a sacred book with us. ഒരു വിശുദ്ധ പുസ്തകം നമ്മുടെ കയ്യിൽ വയ്ക്കുവാനായിട്ടല്ല. God gave it that we know it. നാം അറിയേണ്ടതിനായിട്ട് നൽകിയതാണ്.
You cannot say all your lifetime. നിങ്ങളുടെ ജീവകാലം മുഴുവൻ എനിക്കിപ്പോൾ നല്ലൊരു സെമിനാരിൽ പഠിപ്പിച്ചൊരു പാസ്റ്റർ തന്നെ കിട്ടിയിട്ടുണ്ട്, അവിടെ ഞങ്ങൾ ജയിച്ചു നിങ്ങൾ കരുതരുത്. നോ, യു ഷുഡ് നോ യുവർ ബൈബിൾ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പുസ്തകം അറിയാം. നിങ്ങളുടെ പുസ്തകം അറിയുക എന്ന് പറയുമ്പോൾ പുസ്തകത്തെ സംബന്ധിച്ചുള്ള അറിവല്ല ഞാൻ പറയും. എത്ര പുസ്തകങ്ങളുണ്ട്, ഓരോ പുസ്തകത്തിൻ്റെ തീം എന്താണ്, എൻ്റെ താക്കോൽവാക്യം എന്താണ്, ഇതല്ല ഞാൻ കൂടുതലും അർത്ഥമാക്കുന്നു. വാട്ട് ഈസ് ഇൻ ഇറ്റ് that connects you to it, that has to do with your salvation, that has to do with your redemption, transformation, freedom, growth and glory in Christ. യേശുക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് നിങ്ങൾ സത്യമായും വചനത്തിലുള്ള സത്യമായി നിങ്ങളുടെ ജീവിതം ബന്ധിക്കപ്പെടേണ്ട ഒരു ആവശ്യം. നാം സത്യം അറിയണം. അങ്ങനെ തിരുവചനത്തിലെ സത്യം അറിയുന്നതിന് ഒരു പ്രശ്നം നമുക്കറിയാമല്ലോ. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ടി വി കണ്ട് ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. വചനശിശുയുടെ സമയത്ത് ഉറക്കം വരാറില്ലേ? രാത്രി 2:30 വരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കും. അരമണിക്കൂർ നമുക്ക് ടു മച്ചാണ് വചനം കേട്ടത്. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ ദ നാച്ചുറൽ മൈൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ് ഓഫ് ഗോഡ്. സ്വാഭാവിക മനസ്സിന് ദൈവിക കാര്യങ്ങൾ വളരെ ദുർഗ്രഹമാണ്. ഇറ്റ്സ് നോട്ട് നാച്ചുറൽ for us to understand the scriptures. തിരുവെഴുത്തുകൾ അറിയുക എന്നുള്ളത് സ്വാഭാവികമല്ല നമ്മുടെ മനസ്സിന്. നമുക്ക് മാനസികമായിട്ടൊരു തടസ്സം തിരുവെഴുത്തുകൾ അറിയുന്നതിനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ അരിത്മെറ്റിക്സും കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കാൻ പോകുന്ന പോലെ അല്ല അത് പോകുന്നത്. നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് natural man does not understand the things of God. സ്വാഭാവിക മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ആരായി നാച്ചുറൽ മാൻ? ദ മാൻ ഓഫ് ദ മൈൻഡ്. നമ്മുടെ സ്വാഭാവിക മനസ്സ് മുൻഗണനയിൽ ആയിരിക്കുന്ന, മനസ്സ് എല്ലാം ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നാച്ചുറൽ മാൻ. വീണ്ടും ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം നാച്ചുറൽ മാൻ എന്നല്ല വിളിക്കുന്നത്. ഒരു വസ്തുത എന്നുള്ള നിലയിൽ വീണ്ടും ജനിച്ച ശേഷം നാം വളരെ പ്രാകൃതർ ആയിരിക്കാം, നാച്ചുറൽ ആയിരിക്കാം. ദൈവത്തിന്റെ ഹിതത്തിൽ ഉള്ള താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മാവിന് മുൻഗണന നൽകി ജീവിച്ചു തുടങ്ങണം എന്നുള്ളതാണ്. ആത്മാവിൽ നാം മൃതരായിരുന്നു. വീണ്ടും ജനത്തിൽ സംഭവിക്കുന്ന കാര്യം നമ്മുടെ ആത്മാവ് സജീവമായി തീരുകയാണ്. ആ സജീവമാക്കപ്പെട്ട ആത്മാവ് കൊണ്ട് ജീവിച്ചു തുടങ്ങുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം പലപ്പോഴും ദൈവിക വിഷയത്തിൽ പിന്തള്ളപ്പെട്ടു പോകുന്നത് നമ്മുടെ ആത്മാവ് വളരെ പുറകിലാകുന്നത് കൊണ്ടാണ്. നമ്മുടെ ആത്മാവ് ദൈവിക കാര്യത്തിൽ സജീവമായി തീരണം. When we pray, we should bring our spirit and pray in the spirit. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ കൊണ്ടുവരണം. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണം. നാം പാടുമ്പോൾ ആത്മാവ് കൊണ്ട് പാടണം. അതിന്റെ അർത്ഥം അന്യഭാഷയിൽ പാടണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈവൻ വെൻ യു സിംഗ്, നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആത്മാവോട് പ്രാർത്ഥിക്കാൻ കഴിയും, ആത്മാവോട് പാടുവാനായിട്ട് കഴിയും. വചനത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ആത്മാവിനെ കൊണ്ടുവരണം. ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവോട് ശ്രദ്ധിക്കണം. നമ്മുടെ ആത്മാവിന് പ്രോമിനൻസ് ഉണ്ടാകണം. ദൈവിക വിഷയത്തിൽ നമ്മുടെ ആത്മാവ് സജീവമായി തീരണം. തിരുവചനം നാം ശ്രദ്ധിച്ചാൽ ആത്മാവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നിടത്തെല്ലാം പരിശുദ്ധാത്മാവാണോ നമ്മുടെ ആത്മാവാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഇംഗ്ലീഷ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് ചിലയിടത്ത് ക്യാപിറ്റൽ എസ് ഇട്ടിട്ട് പരിശുദ്ധാത്മാവെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, സ്മോൾ എസ് ഇട്ട് നമ്മുടെ ആത്മാവ് സൂചിപ്പിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇത് തമ്മിൽ തിരിച്ചു വെച്ചിട്ടില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്നാണ്, ഒരു കൂട്ടായ്മയിലാണ് ആത്മീയമായിട്ട് നാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ ആത്മാവുമായി നാം തിരുവചനത്തിന്റെ അടുത്തേക്ക് പോകണം. നമുക്ക് സജീവമാക്കപ്പെട്ട ഒരു ആത്മാവുണ്ട്. ആ ആത്മാവുമായിട്ട് തിരുവചനത്തിന്റെ അടുത്തേക്ക് ചെന്നാൽ നമുക്ക് തിരുവചനത്തിന്റെ ഉള്ളടക്കത്തിലേക്ക്, സത്യത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. എന്നാൽ സജീവമാക്കപ്പെട്ട ഒരു ആത്മാവ് ഉള്ളത് കൊണ്ട് മാത്രം സത്യത്തിന്റെ
സത്യത്തിന്റെ ഉള്ളിലേക്ക്, സത്യം സംബന്ധിച്ചുള്ള കാഴ്ചയിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. നമുക്ക് സജീവമാക്കപ്പെട്ട ഒരു ആത്മാവുള്ളതുകൊണ്ട് മാത്രം സാധ്യമല്ല. നമ്മുടെ ഉള്ളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയെ സംബന്ധിച്ചും ദൈവിക വിഷയത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ടുള്ള അദമ്യമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. ഞാൻ ഇന്ന് പകല നിങ്ങളോട് പറഞ്ഞ പോലെ ആത്മാവിലുള്ള ദരിദ്രാവസ്ഥയ്ക്ക് അനുയോജ്യമായി മാത്രമേ നമുക്ക് ആത്മീയമായിരിക്കുന്ന കാര്യങ്ങളുടെ വെളിപ്പാടുണ്ടാവുകയുള്ളൂ. തിരുവചനത്തിൽ കൊണ്ടാകേണ്ട ഇൻസൈറ്റാണ്, ഉൾക്കാഴ്ചയാണ് നമുക്കുണ്ടാകുന്നത്. സാധാരണ മനസ്സുകൊണ്ട് നാം കാണുമ്പോൾ ഉൾക്കാഴ്ചയാണ് ഉണ്ടാകുന്നത്, ആശയങ്ങളാണ് ഉണ്ടാകുന്നത്. ആശയങ്ങളും ഉൾക്കാഴ്ചയും ഒന്നല്ല. യു നീഡ് ടു സീ ഇൻടു ദ തിങ്സ് ഓഫ് ഗോഡ്. ദൈവിക കാര്യങ്ങളിലേക്ക് നാം കാണേണ്ടതായിട്ടുള്ള ആവശ്യമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ അപരിചിതമായിട്ട് നിങ്ങൾ തോന്നരുത്. നിങ്ങളുടെ ഉള്ളിൽ സജീവമാക്കപ്പെട്ട ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ സജീവമായി നാം ഉപയോഗിച്ചു തുടങ്ങിയാൽ മാത്രമേ, നമ്മുടെ ആത്മാവ് കൊണ്ട് നാം ജീവിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ. ആരാണ് ഈ ആത്മീകർ എന്ന് പറയുന്നത്? ആരാണ് ആത്മീകർ? വീണ്ടും ജനിച്ചവരാണ്. അത് ജനികന ആത്മീകൻ എന്താ നമ്മൾ അർത്ഥമാക്കുന്നത്? കൊരിന്ത്യസഭയിലുള്ളവർ അവർ വീണ്ടും ജനിച്ചവരായിരുന്നു, അന്യഭാഷ പറയുന്നവരായി, അവർക്ക് കൃപാവരമുണ്ടായി. പക്ഷെ അവരെ കുറിച്ച് പൗലോസ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഇപ്പോഴും ജഡികന്മാരാണ്. ആത്മീക റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം കാണുന്നതിലേക്ക് നാം പോകേണ്ട. ഇപ്പോൾ ആത്മീക തങ്ങളുടെ ആത്മാവിനെ ഉപയോഗിച്ച് ജീവിക്കുവാൻ തുടങ്ങുന്ന അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്, ആത്മാവിനൊത്തവണ്ണം ജീവിച്ചു തുടങ്ങുന്നവർ. എന്റെ വിഷയപ്പെടതല്ല ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം. തിരുവചനത്തിന്റെ ഉള്ളിലേക്ക്, ദൈവിക സത്യത്തിലേക്ക് നമുക്ക് പ്രകാശിപ്പിക്കപ്പെട്ട ഒരു ആത്മാവുണ്ട്. ആത്മാവിൽ ദൈവികമായിരിക്കുന്ന നമ്മുടെ വിളിയിലേക്ക്, നമ്മെ വിളിച്ചിരിക്കുന്ന ഉദ്ദേശത്തിലേക്കും നമ്മുടെ മുമ്പിലുള്ള സാധ്യതകളിലേക്ക് പോകുവാൻ നമ്മുടെ അന്തരംഗത്തിൽ നാം ആഗ്രഹിക്കുകയാണെങ്കിൽ സത്യം, how much we desire, to that extent we can go on. നമ്മുടെ ഹൃദയത്തിന്റെ താല്പര്യത്തിനൊത്തവണ്ണം ദൈവിക സത്യങ്ങളെ നമുക്ക് സ്പർശിക്കുവാനായിട്ട് കഴിയും. We can know the truth. ആ സത്യം നമുക്കൊരു പാതയായി തീരണം. Knowing the truth, സത്യം നാം അറിയണം. സത്യം അറിയുക, നാം സത്യം അറിയുക മാത്രമല്ല, believing the truth, സത്യം വിശ്വസിക്കുക. സത്യം വിശ്വസിക്കുക. വിശ്വസിക്കുക എന്താ വിശ്വസിക്കുക കൊണ്ട് അർത്ഥമാക്കുന്നത്? വിശ്വാസം ഇതുപോലെ തന്നെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളെല്ലാം ആത്മീയമായി ഗ്രഹിക്കേണ്ട വാക്കുകളാണ്. വിശ്വാസം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പദമാണ് വിശ്വാസം. തിരുവചനത്തിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ തിരുവചനത്തിൽ അർത്ഥമാക്കിയിരിക്കുന്ന നിലയിൽ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തിരുവചനത്തിൽ വിശ്വാസം എന്ന് അർത്ഥമാക്കുമ്പോൾ ഇറ്റ് ഈസ് ടേക്കിംഗ് ഇറ്റ് ടു ഹാർട്ട്, ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുക, മേക്കിംഗ് അവർ ഓൺ, നമ്മുടെ സ്വന്തമാക്കി തീർക്കുക, വാല്യൂവിംഗ് ഇറ്റ്, ട്രഷറിംഗ് ഇറ്റ്, അതിനെ ഏറ്റവും വിലമതിക്കുക, കമ്മിറ്റിംഗ് ourselves to that, നമ്മെ തന്നെ അതിനു വേണ്ടി അർപ്പിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് മെന്റൽ എഗ്രിമെന്റ്. വിശ്വസിച്ചു, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ കമ്മിറ്റ് myself to that. ഞാൻ എന്നെ തന്നെ അതിന് ഫലമേൽപ്പിക്കുന്നു. That's faith. വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം he has taken a position. He has given himself to that. ഒരു നിലപാടെടുത്തു, അതിനുവേണ്ടി തന്നെ നൽകി കഴിഞ്ഞു. That's faith. Knowing, believing. വിശ്വസിക്കുന്ന കാര്യങ്ങൾ, വിശ്വസിക്കുന്ന സത്യം, applying the truth. നാം വിശ്വസിച്ച സത്യം നാം പ്രയോഗതലത്തിലാണ്. എല്ലാ സത്യത്തിനും ഒരു ആപ്ലിക്കേഷനുണ്ട്. സത്യം, ഇംഗ്ലീഷ് എക്സ്പ്രഷൻ, ഇറ്റ്സ് വെരി ഡൗൺ ടു എർത്ത്. സത്യം വളരെ പരമാർത്ഥമാണ്, പച്ചയ്ക്കുള്ള വസ്തുതകളാണ്, ആചരിക്കുവാനുള്ളതാണ്, അനുസരിക്കുവാനായിട്ടുള്ളതാണ്. എല്ലാ സത്യവും അനുസരിക്കുവാനായിട്ടുള്ളതാണ്. നാം വിശ്വസിക്കുന്ന ഏത് കാര്യം, സത്യമായിട്ട് നാം അറിഞ്ഞിരിക്കുന്ന ഏത് കാര്യത്തിനും ആപ്ലിക്കേഷനുണ്ട്. നമ്മുടെ ക്രിസ്ത്യയുടെ നമുക്ക് മുമ്പോട്ടൊരു പാതയില്ലാത്തതിന്റെ കാര്യം, നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ
പ്രയോഗതലത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. നാം അത് അനുസരിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ, പ്രയോഗതലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് മുമ്പോട്ടൊരു നടപ്പ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എഫെസ്യരുടെ പദപ്രയോഗമാണ് വാക്ക് ഇൻ ട്രൂത്ത്, വാക്ക് ഇൻ ലൈറ്റ്. നടപ്പ് സത്യത്തിന്റെ പ്രായോഗിക തലമാണ്. ഡൂയിങ് ഇറ്റ്, സത്യത്തെ പ്രായോഗതലത്തിലേക്ക് കൊണ്ടുവരിക. എല്ലാ കാര്യത്തിനും എവറി ട്രൂത്ത് ഹാസ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. എല്ലാ തിരുവചനത്തിലെ എല്ലാ സത്യത്തിനും അതിന്റെ പ്രയോഗതലമുണ്ട്. വലിയ തർക്കമുള്ളൊരു കാര്യമാണ് സ്നാനം എങ്ങനെയായിരിക്കണം, അത് ആര് ചെയ്യണം, എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇതെല്ലാം അതിന്റെ ഫോം, ആ ഉപദേശത്തിന്റെ രൂപമല്ല അതിന്റെ സത്യം എന്ന് പറയും. സത്യം എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലുള്ള ആത്മീക വസ്തുതയാണ്. എന്താ സ്നാനത്തിന്റെ സത്യം? വാട്ട് ഈസ് ദ ട്രൂത്ത് ഓഫ് ബാപ്റ്റിസം? എന്താ സ്നാനത്തിന്റെ സത്യം? സാറിന് ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും ദ ഫോം ഓഫ് ബാപ്റ്റിസം വിശ്വസിക്കണം കുട്ടികളെല്ലാം, അത് എങ്ങനെ എടുക്കണം, ഓൾ ദീസ് ഡീറ്റെയിൽസ് കം, ബട്ട് വെരി സെൽഡം ദ ട്രൂത്ത് ഈസ് സെയ്ഡ്. സ്നാനത്തിന്റെ സത്യം പലപ്പോഴും പറയാറില്ല. വാട്ട് ഈസ് ബാപ്റ്റിസം? ഇറ്റ്സ് our burial into Christ. യേശു ക്രിസ്തുവിനോട് ചേർന്നുള്ള അടക്കമാണ്. അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയാം, ബാപ്റ്റിസം ഈസ് യുവർ tomb, നിങ്ങളുടെ ശവകുടീരമാണ്. It's over, that man is no more alive. ആ പഴയ മനുഷ്യനെ ജീവിച്ചിരിപ്പില്ല. നമ്മളെങ്ങനെയല്ലേ ശവകുടീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ബോൺ, ബർത്ത്ഡേ എഴുതും, ഡൈഡ് ഓൺ, മരണ ദിവസം എഴുതും. That's a tomb after all. സ്നാനപ്പെട്ടവരുടെ പിന്നിൽ ഒരു ശവക്കല്ലറയുണ്ട്. Old man is no more, he's buried. പിന്നെ ഒരു കാര്യം കൂടെയുണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സ്നാനത്തെ കുറിച്ച് പറഞ്ഞു വരുന്ന ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? That we walk in the newness of life. നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കും. സ്നാനപ്പെട്ടവരൊക്കെ ഒന്ന് കൈവക്കാമോ? Praise the Lord. You understand that you have a tomb behind? നിങ്ങളുടെ പുറകിൽ ഒരു ശവകുടീരം എവിടെന്ന് അറിയാമോ? That man is no more. ആ വഴക്കാളെ ഇനിയില്ല. മറ്റാളെ കണ്ടാൽ മിണ്ടാടക്കുന്ന ആളില്ല, മരിച്ചുപോയി. No, he is no more. The man here now is one who walks in the newness of life. ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന മനുഷ്യനാണ്. അതിനാ സ്നാനത്തിന്റെ സത്യം എന്ന് പറയുന്നത്. Every truth has application. നിങ്ങൾ തത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ Trinity has application. ഇപ്പോൾ എനിക്ക് പറയാൻ സമയമില്ല. But you need to find what is my application of Trinity. If you believe in the verbal inspiration of scriptures, തിരുവെഴുത്തിന്റെ ദൈവവിശ്വസനീയത അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ there is application. Infallibility of the scriptures, there is application. The body of Christ has application. എല്ലാ സത്യത്തിനും ആപ്ലിക്കേഷൻ. കർത്താവിന്റെ വേശ്യയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് തർക്കം മുഴുവൻ അതിന്റെ ഫോമിനെ കുറിച്ചാണ്. Is it transubstantiation? Is it consubstantiation? ഇതെല്ലാം. But the truth is gone. സത്യം നഷ്ടപ്പെടുന്നു. എന്താ സത്യം? My participation in Christ Jesus. യേശു ക്രിസ്തുവിനോടുള്ള പങ്കാളിത്തം. More. My fellowship with the body of Christ. എന്റെ സഹോദരി സഹോദരന്മാരുള്ള എന്റെ കൂട്ടായ്മ. ഈ സത്യം ആചരിക്കുവാനായിട്ടുള്ളതാണ്, ജീവിക്കുവാനായിട്ടുള്ളതാണ്, പ്രയോജനത്തിലാക്കുവാനായിട്ടുള്ളതാണ്. Every truth has application. തിരുവചനം എടുത്ത ശേഷം നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് എപ്പോഴും ചേർത്ത് ഒരു കാര്യം ഫൈനലി ചോദിക്കണം. വാട്ട് ഈസ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ടു മൈ ലൈഫ്? ഒടുവിൽ എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇതിന്റെ പ്രായോഗികത എന്താണെന്ന് ചോദിക്കണം. എന്നിട്ടേ ബൈബിൾ ക്ലാസ് നിർത്താവും, എന്നിട്ടേ നിങ്ങളുടെ ധ്യാനം നിർത്താവും, എന്നിട്ടേ നിങ്ങളുടെ പഠനം നിർത്താവും. Always ask for, look for application. എപ്പോഴും അതിന്റെ പ്രായോഗികത, അതിന്റെ അനുസരണം, അതിന്റെ പ്രായോഗിക തലം എപ്പോഴും നിങ്ങൾ നോക്കിയാൽ there is always to move on. എപ്പോഴും സത്യം നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. Truth is a path to walk. സത്യം നമുക്ക് മുമ്പോട്ട്
നടന്നുകൊണ്ടിരിക്കുവാനായിട്ടൊരു പാതയാണ്. അങ്ങനെ നാം നടക്കുമ്പോൾ we come to the experience of truth. സത്യത്തിന്റെ അനുഭവത്തിലേക്ക് വരും. or actualization of truth. സത്യത്തിന്റെ സാക്ഷാത്കാരം. സത്യം അനുസരിക്കുക മാത്രമല്ല, സത്യത്തിൽ എന്തുണ്ടെന്നറിയാം. തിരുവചനത്തിന്റെ സത്യത്തിൽ ഒക്കെ it contains the promises, life and power of the gospel. സുവിശേഷത്തിന്റെ ശക്തിയും ജീവനും വാഗ്ദത്തങ്ങളും സത്യത്തിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. As you walk in the truth, സത്യത്തിൽ നിങ്ങൾ നടക്കുമ്പോൾ you obtain the power of the gospel. സത്യത്തിന്റെ ശക്തി നിങ്ങൾ അനുഭവിക്കാനായിട്ട് തുടങ്ങും. സത്യം നിങ്ങൾക്ക് യഥാർത്ഥമായി തീരും. സത്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ജീവിതത്തിൽ അനുഭവസ്ഥമായി തീരും. Amen. Truth is experienced. സത്യം ഒരു യഥാർത്ഥമായിട്ട് അനുഭവിക്കാനുള്ള കാര്യമാണ്. ഈ സത്യത്തിലെ നടപ്പെല്ലാം നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ദൈവമക്കളെ, നമ്മുടെ ആത്മയുടെ ആകത്തുക എന്ന് പറയുന്നത് പ്രാർത്ഥനകൾ മാത്രമാണ്. ദൈവമേ, എനിക്ക് അങ്ങനെ ഒരു മനസ്സ് തരണം, എനിക്ക് ഇങ്ങനെ ചെയ്തു തരണം, എനിക്ക് ആ ഒരു മനോഭാവം തരണം, എനിക്ക് സ്നേഹിക്കാനിടയായി തീരണം. It's asking. But you should know the truth. സത്യം അറിയണം, സത്യത്തിൽ നടക്കണം. നാം സത്യത്തിൽ നടക്കുമ്പോൾ സത്യം നമുക്കൊരു യാഥാർത്ഥ്യമായി. Praise the Lord. നാം നമ്മുടെ പാപമോചനം വരെ വന്ന ശേഷം ബാക്കിയെല്ലാം വിട്ടിരിക്കുക. യേശുവിന്റെ പാപമെല്ലാം ക്ഷമിച്ചു, ഞാൻ ദൈവത്തിന്റെ മകനായി തോന്നി. It's over. No. റോമാലേഖനത്തിൽ വരുമ്പോൾ 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും 5-ന്റെ പകുതി വരെ അത് വന്നു. പാപമോചനം തീർന്നു, നീതീകരണം വന്നു. അത് കഴിഞ്ഞ് അധ്യായം തീർന്നില്ല, റോമാലേഖനം തീരുന്നില്ല. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫ്രീഡം ഫ്രം സിൻ, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ ഫ്രീഡം ഫ്രം ദ പവർ ഓഫ് സിൻ, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. 8-ാം അധ്യായം വരുമ്പോൾ ലൈഫ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിലെ നടപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ തന്നെ പുത്രത്വത്തെ കുറിച്ചാണ് പറയുന്നത്. There is so much in our walk and knowledge and experience and actualization. നമ്മുടെ ജീവിതത്തിന്റെ ആ സാക്ഷാത്കാരത്തിൽ വളരെയധികം നമുക്ക് നേടുവാനായിട്ടുണ്ട്. നമ്മുടെ രക്ഷ എന്ന് പറഞ്ഞാൽ കർത്താവ് പാപം മോചിച്ചു എന്നുള്ളത് തീർന്നില്ല. Lord has much more to do in our life, to a greater transformation of life. വർദ്ധിച്ചു വരുന്ന ഒരു രൂപാന്തരത്തിലേക്ക്, and more into Christ likeness, യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോടുള്ള അനുരൂപ്യത്തിലേക്ക് നടക്കുവാനായിട്ടൊരു വിളിയാണ് ക്രിസ്തീയ വിളി. Amen. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ മുഖത്തെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിച്ച് from one degree of glory to another degree of glory. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്. Amen. ഹല്ലേലൂയ. ഞാനിനി 3 വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്നോട് ചോദിക്കണം, കഴിഞ്ഞ 3 വർഷം കൊണ്ട് കൂടുതൽ തേജസ് വല്ലതും പ്രാപിച്ചു? It's a right question to ask. It's right to ask me, and I have the right to ask you as a Christian, what's happening with you? Walking in the truth, സത്യത്തിലുള്ള നടപ്പ് എന്നുള്ളത് മഹത്വത്തിലേക്കുള്ള നടപ്പാണ്, കൃപയിലേക്കുള്ള നടപ്പാണ്, വിവേകത്തിലേക്കുള്ള നടപ്പാണ്, പക്വതയിലേക്കുള്ള നടപ്പാണ്. It's a progressive walk. Amen. Walking in truth. അടുത്തൊരു കാര്യത്തിൽ പറയുകയാണ് നമ്മുടെ മൂവിങ് ഓൺ എസൻഷ്യൽ. മുമ്പോട്ടുള്ള നടപ്പിൽ മറ്റൊരു അനിവാര്യം എന്നിവിടെ പറയട്ടെ, സെൻസ് ഓഫ് പർപ്പസ്. സെൻസ് ഓഫ് പർപ്പസ്, ഉദ്ദേശം, ഉദ്ദേശലക്ഷ്യം, ഉദ്ദേശബോധം. എന്താ അതിന്റെ അർത്ഥം? നമ്മായിരിക്കുന്ന ലോകം ആകെ കൂടെ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണ്. വെള്ളത്തിലെവിടെയും ഒരു കല്ല് വീട് കഴിഞ്ഞാൽ അതിന് ചുറ്റും റിപ്പിൾ ഉണ്ടാകും, ഓളങ്ങളുണ്ടാകും. ഒരു ബോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഓളം ഉണ്ടാകും. അതൊന്നും അതിൽ തന്നെ സംഭവങ്ങളല്ല. അവിടെ ഇവിടെ പല നടക്കുന്ന സംഭവങ്ങളോടനുബന്ധിച്ച് പല കാര്യങ്ങൾ പ്രതികരണങ്ങളായിട്ട് നടക്കുന്നു. കുറെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു.
അതിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്റെ ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കുന്നു. World is so helpless without purpose and meaning. ലോകത്തെ പ്രത്യേക ഉദ്ദേശങ്ങൾ ലക്ഷ്യമില്ലാതെ പ്രത്യേക നിലയിൽ ലോകം ഇങ്ങനെ മാറ്റി പല സംഭവങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലും പ്രത്യേക ലക്ഷ്യവും ഉദ്ദേശവും ഒന്നുമില്ല. വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ്, ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വേണം അവരുടെ ജീവിതവും പ്രതികരണങ്ങളും അനുകൂലങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ട് ഇറ്റ്സ് ഓൾസോ ഗോയിങ് വിത്തൗട്ട് പർപ്പസ് ആൻഡ് ഗോൾ. ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഇല്ലാതെ സാധാരണ മനുഷ്യന്റെ ജീവിതവും പോയിക്കൊണ്ടിരിക്കുന്നു. ലൈഫ് വിത്തൗട്ട് മീനിങ് ആൻഡ് പർപ്പസ്, ഉദ്ദേശവും ലക്ഷ്യവും ഒന്നുമില്ലാതെ അർത്ഥശൂന്യമായിട്ടാണ് മനുഷ്യ ജീവിതങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ നടുവിൽ ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിൽ നമുക്ക് ലഭിച്ച ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിൽ നമുക്ക് ലഭിച്ചൊരു കാര്യം എന്താണെന്ന് അറിയാമോ? Our life has become meaningful. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായി തീർന്നില്ല. Our life has gained purpose. നമുക്ക് ജീവിതത്തിന് ഉദ്ദേശം ലഭ്യമായിരിക്കുന്നു. Redemption has brought purpose to life. വീണ്ടെടുപ്പ് ജീവിതത്തിന് ഉദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നു. പലരും എന്നെ നോക്കുമ്പോൾ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. That's true. വീണ്ടെടുപ്പിൽ നമ്മുടെ ജീവിതത്തിന് ഉദ്ദേശം ലഭ്യമായിരിക്കുന്നുവെങ്കിൽ തന്നെയും പ്രായോഗികമായി അധികമൊന്നും വിശ്വാസികൾക്കും പർപ്പസ് കിട്ടിയിട്ടില്ല. It's still going in reaction and response, flowing. ആ ഒഴുക്കിനത്തോടെ പോവുകയും പ്രതികരണത്തോടെ പ്രതികരിക്കുകയും സാധാരണ മനുഷ്യന്റെ ജീവിതം അതിനുദ്ദേശമില്ല. അതിനൊത്തോടുള്ള ജീവിതത്തിനപ്പുറത്തേക്ക് gospel has not brought purpose to many people. അനേകം സുവിശേഷം ഉദ്ദേശങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. How can you have a purpose? എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിന് പർപ്പസ് ഉണ്ടാകാനായിട്ട് കഴിയും? നമ്മുടെ ജീവിതത്തിന് പർപ്പസ് ഉണ്ടാകണമെങ്കിൽ വിശുദ്ധ തിരുവെഴുത്തുകളിൽ നാം നോക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം തിരുവെഴുത്തുകളിൽ ധാരാളമായിട്ട് പല ലക്ഷ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. The Bible is full of purpose. ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പത്രോസിന്റെ ഒരു വാക്യം ഞാൻ പറയാം. അതുകൊണ്ട് സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് ഉത്സാഹം കഴിക്കണം. നമ്മുടെ രക്ഷ സംബന്ധിച്ച് എന്ത് വേണം? സകല ഉത്സാഹം കഴിക്കണം. പിന്നെ നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം. വീര്യം വളരെ കൺഫ്യൂസിംഗ് വേർഡാണ്. കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലായിരിക്കുന്നത് മോറൽ എക്സലൻസ്, ധാർമ്മികമായിരിക്കുന്ന നല്ല ശുഷ്കാന്തി. God's people should be the most morally excellent people. കളതരം നടുവിൽ ഒരു ദൈവഭക്തനുണ്ടെങ്കിൽ വ്യത്യസ്തനായിട്ട് ആ ദൈവഭക്തനെ കാണുന്നു. ആ കളത്തരത്തിൽ കൂട്ടില്ല എന്നുള്ള കാര്യത്തിലാണ്. If a godly man does a business, ഒരു ദൈവഭക്തൻ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ the difference is he is trustworthy. ബിസിനസ്സിൽ ആളെ വിശ്വസിക്കാം എന്നുള്ളതാണ്. If you are a professional, നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാനത്ത് നിങ്ങളൊരു ദൈവമകൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ പ്രത്യേകത you do it best to the best of your ability. നിങ്ങളെ ആകാവുന്നിടത്തോളം ഉത്തമമായിരിക്കുന്ന നിലയിൽ എല്ലാവരിൽ നിന്നും ഏറ്റവും ഭംഗിയായിട്ട് അത് ചെയ്യും എന്നുള്ളതാണ്. Everywhere you stand up, you have a morally excellent life. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇത് പിന്നെ മുമ്പോട്ട് അങ്ങ് പോവുകയാണ്. ഭക്തി, ഭക്തിയുടെ സ്ഥിരത, ഓക്കെ, സഹോദര പ്രതി, പിന്നെ സ്നേഹം. വിശുദ്ധ ബൈബിളിൽ നാം ലക്ഷ്യങ്ങൾ കാണണം. God calls me for brotherly love, സഹോദര പ്രതി. അതൊരു ലക്ഷ്യമാണ്. ഇന്ദ്രിയം ഒരു ലക്ഷ്യമാണ്. സെൽഫ് കൺട്രോൾ അതോടെ ലക്ഷ്യമാണ്. നമുക്കൊക്കെയും ഓരോ നിലയിൽ നമ്മുടെ ഒരു പ്രശ്നമാണ്. നമുക്ക് സെൽഫ് കൺട്രോൾ ഇല്ല. പല നിലയിൽ ഒന്നിനും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കില്ല, കണ്ണുകൾക്കില്ല, കേൾവിക്കില്ല.
നമ്മുടെ നോക്കിയില്ല അല്ലേ? എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? കേൾക്കാൻ കേൾക്കുന്നു. നല്ലപോലെ അറിയാ കാര്യം. ഹൗ ഇസ് ഇറ്റ് ഗോയിങ് വിത്ത് ഹിയർ? എങ്ങനെയാ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യമാക്കാം. Because the Bible says of self-control. നിങ്ങളുടെ പാതയിൽ വരുന്നൊരു കാര്യമാണ് self-control. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവഴുത്തുകളെ നോക്കുമ്പോൾ ഉടനീളം ലക്ഷ്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. This is for me. നിങ്ങളുടെ അവകാശം, നിങ്ങൾ ദൈവത്തിൽ ചെല്ലേണ്ട പ്രാഥമിക കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. Lord, where is my birthright? എന്റെ ജന്മാവകാശം, യേശുക്രിസ്തുവിന്റെ ജന്മത്താൽ ഞാൻ കർത്താവിനായത് മുഖാന്തരം എനിക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അവകാശങ്ങളാണ്. I can have a wonderful life. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം എനിക്ക് സാധ്യമാണ്. Wherever it is hatred, I can love. വിദ്വേഷിയുടെ ലോകത്തിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിയും. Have a good heart, large heart. ഇടുക്കങ്ങളുടെ നടുവിൽ എനിക്ക് വിശാലമായിട്ടുള്ള ഹൃദയം ഉണ്ടായിരിക്കാൻ കഴിയും. എല്ലാവരും എന്നെ വിധിക്കുമ്പോൾ I can have an understanding heart. നാം വിധിക്കുന്ന ഏതാണ്ട് 100% തെറ്റാണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. The more we become loving, നാം സ്നേഹിക്കുന്നവരും ഹൃദയത്തിന് വിശാലതയും ഉണ്ടാകുമ്പോൾ the more we learn to understand people, കൂടുതൽ ആളുകളെ മനസ്സിലാക്കാൻ. ചുരുക്കി പറഞ്ഞാൽ പറയുന്ന കാര്യം, നമുക്ക് തിരുവചനത്തിൽ ലക്ഷ്യങ്ങളുണ്ട്. അവരവരുടെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി തനിക്ക് താൻ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് ആ ലക്ഷ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ there is so much for us to pursue. No Lord. കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞൊക്കെ പ്രത്യാശയൊക്കെ കാണിക്കാറുണ്ട് കൈകൊണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ യഥാർത്ഥമായിട്ട് ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? വീട്ടിൽ മോളുടെ കല്യാണമൊക്കെ ഏതാണ്ട് ശരിയായി കഴിഞ്ഞാൽ ചിന്ത തുടങ്ങുമ്പോൾ വെരി ബിസി, സോ എൻഗേജ്ഡ്. ആരെ വിളിക്കണം, എങ്ങനെ നടത്തണം, കുറിയടിക്കണം. യു സോ ബിസി, യു ആർ ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരുങ്ങാൻ തുടങ്ങിയാണ്. ദിസ് ഈസ് പർപ്പസ്. വെൻ യു ഹാവ് എ ഗോൾ, യു ഹാവ് എ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ്. നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടാകുമ്പോൾ അതിനോട് ചേർന്ന് നിങ്ങൾക്ക് ഉദ്ദേശങ്ങൾ ഉണ്ടായി വരും. തിരുവചനത്തിൽ നമുക്ക് there are relational goals, contextual goals. അന്യോന്യമുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ, മറ്റുള്ളവരുള്ള ബന്ധത്തിൽ, എല്ലായിടത്തും നമുക്ക് നാം ഏറ്റവും ഇടപഴകുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ടാണ് ഇടപഴകുന്നത്. തിരുവചനത്തിൽ ധാരാളം കൽപ്പനകൾ, ഉദ്ദേശങ്ങൾ നമ്മെ സംബന്ധിച്ച് ബന്ധങ്ങളിൽ നൽകിയിട്ടുണ്ട്. നാം പലതും കാണാറുണ്ട്. പലരും ആത്മീയരെന്ന് ആകുന്തോറും ആളുകളിൽ നിന്ന് അകന്നകന്നങ്ങ് പോവുക. ഒരു കണ്ണാടിക്കൂട്ടിനകത്തേക്കൊക്കെ പൊക്കോണ്ടിരിക്കുന്നു. ദൈവമായിട്ട് മാത്രം ബന്ധം. People go away from people the more they become spiritual. No. നിങ്ങൾ ദൈവത്തെ അറിയുന്നതോറും നിങ്ങൾ മനുഷ്യരെ കൂടെ അറിയുക. ദൈവത്തോട് അടുക്കുന്നതോറും നിങ്ങൾ മനുഷ്യരോട് അറിയുക. And you have a ദൈവത്തോട് നിങ്ങൾക്ക് നല്ല ബന്ധം ഉണ്ടാകുന്നതോറും മനുഷ്യരോട് നല്ല ബന്ധം ഉണ്ടാകുക ചെയ്യും. Having good relation with God but very bad relation with people, that doesn't work. It's not the way. ഭയങ്കര ആത്മീയനാണ്, എപ്പോഴും പ്രാർത്ഥനയാണ്, എപ്പോഴും ഉപവാസം, ചുറ്റുപാടുള്ളവരുമായിട്ട് ഒരു ബന്ധമില്ല. That's not it. So, തിരുവചനത്തിൽ ഈ ലക്ഷ്യങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും. Set to this purpose. ഈ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം വഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. കിങ്ഡം ഗോൾസ്. നാം തിരുവനന്തപുരം നോക്കുമ്പോൾ രാജ്യം സംബന്ധിച്ചുള്ള ലക്ഷ്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളെ കർത്താവ് വീണ്ടെടുത്തത് കൊണ്ട് നിങ്ങളെ സംബന്ധിച്ചുള്ള പദ്ധതി, നിങ്ങൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന ജോലി, മക്കളും അവരുടെ പരിപാലനവും നിങ്ങൾക്കുള്ള ജീവിതത്തിന്റെ കാര്യങ്ങളുമാണ് ദൈവത്തിന്റെ പ്ലാൻ എന്ന് ആരും ധരിച്ചു പോകരുത്. ദൈവത്തിന്റെ പ്ലാനിൽ എപ്പോഴും എല്ലാവരെയും സംബന്ധിച്ചും ദൈവത്തിന്റെ പദ്ധതി, there is something to do with his kingdom. ദൈവത്തിന്റെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബന്ധം ഉണ്ടായേ പറ്റുകയുള്ളൂ. കുറെ ലേവ്യരെ പുരോഹിതന്മാരെയും ദൈവം തന്റെ കാര്യങ്ങൾക്കും വേറെ കുറെ കാര്യങ്ങൾ ആളുകളെ അല്ലാതെ ദൈവം ലീവ് ചെയ്തിട്ടില്ല. മുൻപേ ദൈവത്തിന്റെ രാജ്യവും അതിന്റെ നീതിയും, that's for all, not for the pastor. അത് പാസ്റ്റർക്കുള്ള കാര്യമല്ല, എല്ലാവർക്കും. എൻ്റെ ജീവിതം ദൈവത്തിന്റെ രാജ്യത്തിന് പ്രസക്തമായി തീരണം. നിങ്ങൾ പ്രാസംഗികനൊന്നും ആകേണ്ട കാര്യമില്ല. നിങ്ങൾ വിചാരിക്കുന്ന 5 കൂട്ടം കാര്യം ചെയ്യേണ്ട കാര്യമില്ല. Live for God meaningfully somewhere. Your life will become relevant for the kingdom. ദൈവത്തിന്റെ രാജ്യത്തിന് നിങ്ങളുടെ ജീവിതം പ്രസക്തമായി തീർന്നേ മതിയാകുകയുള്ളൂ. The right seeking will lead you to the kingdom. യഥാർത്ഥമായിട്ട് നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് വരുമ്പോൾ ദൈവരാജ്യം സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതം പ്രസക്തമായി തീർന്നിരിക്കും. Amen. ഒരു ശവടക്കുന്ന സ്പർജന്റെ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, let grass grow around his grave because nothing grew around him when he lived. അവനെ ശവടിച്ചിട്ട് പുല്ല് വളരട്ടെ, കാരണം അവൻ ജീവിച്ചിരുന്നപ്പോൾ അവന് ചുറ്റും ഒന്നും വളർന്നില്ല. What's going to be your testimony? നിങ്ങളെ സംബന്ധിച്ചുള്ള സാക്ഷ്യം എന്താ? Many received comfort. Many could share their burdens. Many could come to her and open her heart. Many could have encouragement. Yeah, life is significant. Come on, brothers and sisters. എന്നോട് ചേർന്ന് പറയാമോ, my life is significant? എന്റെ ജീവിതം പ്രസക്തമാണെന്ന് പറയാമോ? You have been called with a purpose. നിങ്ങളുടെ ജീവിതത്തിന് ഉദ്ദേശമുണ്ട്. Every one of you. ദൈവരാജ്യത്തിന്റെ ലക്ഷ്യങ്ങൾ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് പർപ്പസ് ഉണ്ടായി വരും. നിങ്ങളുടെ ജീവിതം മുഴുവൻ പർപ്പസ് കൊണ്ട് നിറയേണ്ടത്. Every space of your life will be filled with purpose. നിങ്ങളുടെ ജീവിതത്തിന് യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശങ്ങളുമായി നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പർപ്പസ് കാണാൻ തുടങ്ങും. ചില പറയത്തില്ല, എന്നൊന്നും അറിയത്തില്ല, അങ്ങ് ബോറടിയാണ്, ബോർഡാണ്, പിന്നെ കുറച്ച് നേരം ഇത് കണ്ടോണ്ടിരിക്കാന്ന് വിചാരിച്ചു. People have nothing to do because they don't have purpose. A man of purpose will never have boredom. He has everything. He has always something to do. Boredom ഇല്ല, purpose ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം his life is filled with purpose. Purpose ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഉദ്ദേശം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലതാർജിക് ആകാൻ കഴിയത്തില്ല, മടിയന്മാരായിരിക്കാൻ കഴിയത്തില്ല, ഇൻഡിസിപ്ലിൻഡ് ആകാൻ കഴിയില്ല. ഈ ഇൻഡിസിപ്ലിന്റെയും മടിയുടെയും ലതാർജിയുടെയും ഒക്കെ കാരണം പർപ്പസ് ഇല്ല എന്നതാണ്. When you are with purpose, there is always, you are with a mission, you have something to do, there is something in your mind, your time is valuable, you have the right priorities. ഒരു പർപ്പസ് ഉള്ളത് ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ ഇഷ്ടാനിഷ്ടാനങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു കാര്യം തിരഞ്ഞെടുക്കുന്ന പർപ്പസിന്റെ വെളിച്ചത്തിലാണ്. നിങ്ങൾ വാങ്ങിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം പർപ്പസിന്റെ വെളിച്ചത്തിലായിരിക്കും. ഡിസ്ലൈക്സ് ആൻഡ് ലൈക്സിന്റെ വെളിച്ചത്തിലായിരിക്കില്ല. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ അനുസരിച്ച് everywhere purpose. Fill your life with purpose. That's your call. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും purpose driven life. ദൈവഭക്തന്റെ ജീവിതം പർപ്പസ് ഡ്രിവൺ ആയിരിക്കും. ചുമ്മാതെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടും, ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ടും. It's not a wandering life. It's with a purpose. ഉദ്ദേശങ്ങളുണ്ട്. അങ്ങനെ ഉദ്ദേശമുള്ള ഒരു വ്യക്തിയെ സമയത്തോളം എപ്പോഴും ജീവിതം മുന്നോട്ടാണ്. Everything with a purpose. ഞാൻ മൂന്നാമതൊരു കാര്യം ഇവിടെ പറയട്ടെ, നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുവന്ന മറ്റൊരു കാര്യം, it's streamlining life. Streamline എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഈ പക്ഷികളൊക്കെ പറക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, അതിന്റെ ചുണ്ട് ഇത്ര പോയിന്റഡ് ആണ്, അതിന് ഷേപ്പ് ഉണ്ട്, അതിന്റെ ചിറക് വരച്ചു കഴിഞ്ഞാൽ പറക്കാൻ അനുയോജ്യമാണ് ഈ പക്ഷിയുടെ ആകൃതി. നമ്മുടെ എയറോപ്ലെയിൻസ് ഒക്കെ കണ്ടാൽ വലിയ പക്ഷിയെ പോലെ ഇരിക്കും. Aeroplanes are streamlined to fly. എയർപ്ലെയിൻസ് പറക്കുവാൻ സ്ട്രീംലൈൻഡ് ആണ്. ഷിപ്പുകളും ബോട്ടുകളും വെള്ളത്തിൽ കൂടി ഭേദിച്ചു പോകാൻ സ്ട്രീംലൈൻഡ് ആണ്.
ദൈവമക്കളുടെ ജീവിതം അവരുടെ വിളിയിൽ മുമ്പോട്ട് പോകുവാൻ സ്ട്രീം ലൈൻ ആയിരിക്കും. നമ്മുടെ ആത്മജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ സഹായകമായിരിക്കുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ ഒരുക്കിയിരിക്കണം. ഗെയിംസ് ആൻഡ് ട്രാക്ക് അത്ലറ്റ്സിനെയൊക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഷൂട്ടും കൈയൊക്കെ കെട്ടിയാണ് ഓടാൻ വരുന്നത്. പിന്നെ ഓട്ടത്തിന് എല്ലാ നിലയിലും എത്ര അനുയോജ്യമായിട്ടുള്ള നിലയിലാണ് വരുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനും നമ്മുടെ ക്രിസ്തീയ ഓട്ടത്തിനും അനുയോജ്യമായിരിക്കുന്ന ഒരു സ്ട്രീം ലൈനിങ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനെല്ലാത്തിനും വാക്യമില്ല. ഒന്ന് വരുന്നത് 10:23 വായിക്കാമോ? 1 Corinthians 10:23. ഒന്ന് വരുന്നത് 10:23. എല്ലാറ്റിനും എനിക്ക് കർത്തവ്യമുണ്ട്, സകലവും പ്രയോജനം ഉള്ളതല്ല. ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ പലരും ഇവിടെ US-ലായിട്ട് വളരെ വർഷങ്ങളായി ഒരു കാര്യം ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ, കുറച്ചെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിലൂടെ വായിക്കും. കുറച്ചുകൂടെ വ്യക്തത കിട്ടും പല കാര്യത്തിനും. എല്ലാത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം ഐ ഹാവ് ലിബർട്ടി, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പുതിയ നിയമം ഇറ്റ്സ് നോട്ട് എ ബുക്ക് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. 10 കൽപ്പനയുടെ സ്ഥാനത്ത് 1000 കൽപ്പനകളല്ല പുതിയ നിയമം. പുതിയ നിയമം ഇങ്ങനെ എല്ലാത്തിനും നിയമം എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. പുതിയ നിയമത്തെ കുറിച്ച് യാക്കോബിന്റെ ഭാഷയിൽ പറഞ്ഞ ലോ ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. മുടി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല, താടി വെക്കാമെന്ന് പറഞ്ഞിട്ടില്ല, വെക്കരുതെന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ വീടിന് എത്ര വലിപ്പം വേണമെന്ന് പറഞ്ഞിട്ടില്ല, എത്ര മുറിയാകാമെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഏത് കാർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ സമയം എങ്ങനെ ചെലവഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. TV കാണാമോ? ചിലരുടെ വീട്ടിൽ TV ഇല്ല, ചിലരുടെ വീട്ടിൽ TV ഉണ്ട്. ഏതാ ശരി? ചില ക്രിസ്ത്യൻ പ്രോഗ്രാം മാത്രമേ കാണൂ, ചില ന്യൂസ് കാണും. Which is right? ഏതാ ശരി? ഇതിനകത്തെല്ലാം ഒത്തിരി നിയമങ്ങൾ കൊണ്ടുവരും. ഒരുപാട് നിയമങ്ങളുണ്ട്. നമ്മൾ ഇതിന് വലിയ 10 കൽപ്പനയുടെ സ്ഥാനത്ത് 10,000 കൽപ്പനകളാണ്. That's not the new problem. പുതിയ നിയമം അതല്ല. It's a law of liberty. സ്വാതന്ത്ര്യത്തിന്റെ നിയമം. എല്ലാത്തിനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാലും എന്താ നമ്മൾ വായിച്ചത്? എല്ലാത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും but my freedom is restricted here. എന്റെ സ്വാതന്ത്ര്യത്തിന്റെ പരിധി എന്താണ്? എല്ലാം പ്രയോജനകരമല്ല, എല്ലാം ആത്മീയവർദ്ധന വരുത്തുന്നില്ല. ഇതാരാ നിശ്ചയിക്കേണ്ടത്? സാധാരണ അതിനെല്ലാം തെറ്റിരിക്കുന്നു, അതിനെല്ലാം കുഴപ്പമിരിക്കുന്നു. പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഒരാള് തെറ്റെന്നിരിക്കുന്നു, അത് കുഴപ്പമെന്നിരിക്കുന്നു എന്നുള്ള വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്. Will it help my walk with Christ? കർത്താവുള്ള നടപ്പിൽ എനിക്കിത് സഹായകരമാണോ? Is it edifying? അത് പ്രയോജനകരമാണോ? ആത്മവർദ്ധന വരുത്തുന്നതാണോ? എന്റെ ജീവിതത്തെ കർത്താവിന് ഫലകരമാക്കുവാൻ ഇത് സഹായകരമാണോ? ഈ സമയം ഞാൻ ഇങ്ങനെ ചെലവഴിച്ചാൽ എന്റെ ആത്മാവിൽ മാലിന്യമായിരിക്കും വരുന്നത്, ഞാൻ കുറച്ചുകൂടി ആത്മാവിൽ എനിക്ക് വ്യക്തതയായിരിക്കും വരുന്നത്. It's all depends on what your purpose is. നിങ്ങളുടെ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സമയങ്ങളെ ചെലവഴിക്കണം. ഇവിടെ വന്ന് മുമ്പ് മീറ്റിംഗ് നടത്തിയിട്ടുള്ള ഒരു പാസ്റ്റർ അദ്ദേഹം പറയായിരുന്നു, രാജൻ, ഞാൻ ചെറുപ്പക്കാരുടെ ശുശ്രൂഷിക്കുന്ന സമയത്തുണ്ട് പറയും, രാജൻ ഈ താടി വെക്കുന്നു, കാപ്പിക്കുമെന്ന് പറഞ്ഞു. I took it. That's something in it. എനിക്ക് മനസ്സിലായ കാര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ അധികം കാലം ചെറുപ്പക്കാരുടെ but you should do that. Which is right or wrong? ഏതാണ് എന്റെ ശരിയും തെറ്റും? For some it is needed. To some it may not. ഈ കാര്യങ്ങൾ ഞാൻ നിയമം ഇങ്ങനെ ഒരാളല്ല, എന്നെ അങ്ങനെ മനസ്സിലാക്കരുത്. ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഒത്തിരി നിയമം വെക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഞാൻ ഒരു നിയമം പറയാം, എവറിത്തിങ് should streamline you to purpose. ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ എല്ലാം നിങ്ങൾക്ക് സഹായമാണ്. Does it edify? Is it expedient? Does it help? Will it help
build fellowship. ഇത് കൂട്ടായ്മയ്ക്ക് സഹായമാകും. നാം പലതും നമ്മൾ വളരെ റിജിഡാണ്, പല എക്സ്ട്രീംസിലാണ്. നോ, ഓൾവേസ് കണക്ട് യുവർസെൽഫ് വിത്ത് എ പർപ്പസ്. ഓട്ടത്തിന് സഹായമായിരിക്കുന്ന മറ്റൊരു കാര്യം, എബ്രായ ലേഖനം വായിക്കുന്ന സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. പാപം പോലെ വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ് ഈ ഭാരം എന്നുള്ളത്. പാപം ചിലപ്പോൾ നമുക്ക് പ്രശ്നമായിട്ട് തോരാം, ഭാരം അത്രയും പ്രശ്നമായിട്ട് നമുക്ക് തോന്നാറില്ല. ഓട്ടത്തിന് പാപം പോലെ തന്നെ തടസ്സമാണ് ഭാരം. ഭാരം നമുക്കൊക്കെയും ഒഴിവാക്കാൻ വാസ്തവത്തിൽ പാടുന്ന കാര്യം. ഓട്ടത്തിന് നിന്നും തടസ്സം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഈ നിലയിൽ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ, നമ്മുടെ ജീവിതത്തെ സജ്ജമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇവിടെ നിന്ന് പഠിപ്പിക്കാൻ കഴിയില്ല. പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമായി തീരത്തില്ല. നിങ്ങളുടെ ജീവിതത്തെ ലക്ഷ്യം എത്രയും ശ്രദ്ധയുള്ളതാണോ, അവിടെ നിങ്ങളുടെ കണ്ണ് നിങ്ങൾ വെച്ചിട്ടുണ്ടോ, അതനുസരിച്ച് നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ സമയങ്ങളെ ക്രമീകരിക്കുന്ന പോലെ. ഓഫീസിൽ പോകുന്ന ദിവസം 8 മണിക്ക് പോകേണ്ട സമയത്ത് ആരെങ്കിലും 7 വരെ ഇറങ്ങാറുണ്ടോ? ഞായറാഴ്ച കഴിച്ചു, ഞായറാഴ്ച നമുക്ക് എന്താ വന്നാൽ മതി, പാടുന്നവരോടെ പാസ സമയത്ത് പ്രശ്നം നമ്മൾ വന്ന് ഇരുന്ന് പെടുത്താൻ മതി. നമുക്കവിടെ പ്രത്യേക ലക്ഷ്യമില്ല. ബട്ട് തിങ്ക് ഓഫ് കമ്മിങ് ഇൻ ദ സ്പിരിറ്റ്. യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന ഒരു എക്സ്പ്രഷനോടെ പറയും. അവിടെ ശിവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആത്മാവിൽ വന്നു എന്നാ പറയും. എന്തൊരു വ്യത്യാസം! വരുന്നവരെല്ലാം ആത്മാവിൽ വന്നാണ്. വന്ന ശേഷം ചൂടായി കൈയിടിക്കുന്ന കാര്യം coming in the spirit, be in touch with God with a heart of love and praise. The whole atmosphere is different. പലപ്പോഴും വചന ശുശ്രൂഷിക്കാനുള്ള തടസ്സം എന്താണെന്ന് അറിയാം. ഒത്തിരി മനുഷ്യരെ ഇവിടെ ഇരിപ്പുള്ളൂ, കണ്ണും മൂക്കും ഒക്കെ കാണാൻ കഴിയും, എങ്ങോട്ടാ ചെയ്യുന്നത് മനസ്സിലാവത്തില്ല. Because they are not in the spirit. And time goes and time goes. സമയങ്ങളിലൂടെ പോയി കഴിയുമ്പോൾ അപ്പസ്തലൻ പറയുന്ന പോലെ ഇതിനെ സംബന്ധിച്ച് നമുക്ക് വളരെ പറയാനുണ്ട്. വെരി ഡിഫിക്കൽട്ട് പറഞ്ഞു തരാൻ വളരെ പ്രയാസം. കാലം കൊണ്ടാണെങ്കിൽ ഞാനിപ്പോ നിൽക്കുന്നിടത്ത് നിങ്ങൾ നിൽക്കേണ്ടവരാണ്. പക്ഷേ there is a dullness of hearing. കേൾവിയിൽ എന്താ കാരണം? We are not prepared in the spirit. ആത്മാവിൽ ഒരുക്കമുള്ളവരായി നാം ജീവിക്കുന്നില്ല. Amen. Hallelujah. Live in our spirit. ആത്മാവിൽ നാം സജീവതയുള്ളവരായിരിക്കണം. നമ്മുടെ ലക്ഷ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലയിലുള്ള ക്രമീകരണം വരുത്തിയിരിക്കണം. നമ്മുടെ ഉദ്ദേശങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തിയിരിക്കണം. And finally have an overcoming spirit. ഒരു ജയാളിയുടെ ആത്മാവ് നമുക്കുണ്ടായി. ഇതിൽ പകലെ ഞാൻ നിങ്ങളോട് 7 സഭകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുണ്ടായല്ലോ. അവിടെ ഈ കാര്യം ഞാൻ ഇവിടുന്ന് പറഞ്ഞില്ല. ഒടുവിൽ എല്ലാവർക്കും ഒരു ആഹ്വാനമുണ്ട്. 7 സഭകൾക്കും ആഹ്വാനമുണ്ട്. എന്താ? He who overcome. Ultimately the call is there. എങ്ങനെ പമ്മി ഇവിടുന്ന് കടന്നുകൂടാന്നുള്ളതല്ല ഇവിടെ ഇരിക്കുന്നത്. What is the minimum? എങ്ങനെ അങ്ങനെ പറയാനുണ്ട്. ഏതായാലും അച്ചായനുണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ അച്ചായന്റെ കാലെ പിടിച്ചാണെങ്കിൽ ഞാൻ അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ. Don't take these things as silly. One life, ഒരു ജീവിതം. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഈ ജീവിതത്തിനായിട്ട്, ഈ രക്ഷയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഈ വിളിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? Then take it to heart. Be an overcomer. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ജയാളിയുടെ വിളിയാണ്. Don't say സമയലാഭമാണ് പ്രശ്നം. ആളുകൾ എപ്പോഴും 100 കാര്യങ്ങളാണ് പറയുന്നത്. ആരാധന ജീവിക്കുന്നു, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആരെ കൊണ്ടാ അതൊക്കെ നടക്കുന്നത്? ആ സമയം എല്ലാത്തിനും ഇങ്ങനെ പറയുന്നു. Always umpteen things. It only proves that you are not interested in God and His salvation. ദൈവത്തിന്റെ രക്ഷയിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെന്നല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. If you want, you can. നിനക്ക് വേണമെങ്കിൽ അത് സാധിക്കും. My Jesus gave His all for you. തനിക്കുള്ളത് മുഴുവൻ നിനക്കായിട്ട് നൽകി. ഹഡ്സൺ ടൈലർ പറഞ്ഞിരിക്കുന്നത് anything is not too much. നീ എന്ത് കൊടുത്താൽ അത് too much അല്ല, അത് അധികമല്ല. Come on. Amen. നാം എന്ത് നൽകിയാലും അത് അധികമല്ല. നമുക്ക് പറയാം, ചേർന്ന് പറയാം, ഞാൻ എന്ത് നൽകിയാലും അത് അധികമാക്കി. Amen. അതിന്റെ നടുവിൽ
വി ക്യാൻ ബി എൻ ഓവർകമർ. കാരണം ഓരോ സഭയിലും പറയുമ്പോൾ അവിടുത്തെ നല്ല കാര്യങ്ങളല്ല ചെയ്യാൻ, അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവിടുത്തെ പാസ്റ്ററെ കുറിച്ച്, എല്ലാവരും മെസ്സഞ്ചറെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾക്ക് ജീവനുള്ളതെന്ന് പേരുണ്ടെങ്കിലും ഈ കൈകാലിട്ട് അനക്കി കാണിക്കുന്നതല്ലാതെ അകത്തൊന്നും ഇല്ല എന്നാ പറയുന്നത്. അവിടെ നീ ജീവിക്കണം, അവിടെ നീ അതിജീവിക്കണം. ലവോദിക്ക സഭയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വാദിക്കുന്നത് മുട്ടുന്നു എന്നാ പറയുന്നത്. ഇറ്റ്സ് എ സാഡ് കണ്ടീഷൻ. Even on a fellowship, your working situation is different. എല്ലായിടത്തും വ്യത്യസ്തത, വിഭിന്നത. ഒരിടത്തും ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുവാൻ പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളെ ആയിരിക്കും നീ കാണുക. But you can. യേശു ക്രിസ്തു നിനക്ക് വേണ്ടി തന്നെത്താൻ നൽകി, തന്റെ കൃപ നിനക്കായിട്ട് നൽകിയിരിക്കുന്നു, തന്റെ പരിശുദ്ധാത്മാവിനെ നിനക്കായിട്ട് നൽകിയിരിക്കുന്നു. അതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് വിളിക്കുന്നത് ജയിക്കുന്നവൻ. ഇറ്റ്സ് എ കോൾ ടു ഓവർകം. ആമേൻ. നമ്മുടെ വായിൽ നിന്ന് നമ്മുടെ ആത്മീയതയ്ക്ക് ഒരു എക്സ്ക്യൂസ് ഉണ്ടാകരുത്, ഒഴിവൊഴിവുണ്ടാകരുത്. When it comes to God, Lord, I'm here. ഇതാ ഞാനിവിടെ. Although it is difficult, I know your grace can make it for me. അത് ബുദ്ധിമുട്ടാണെങ്കിലും നിന്റെ കൃപയാൽ അത് സാധിക്കും. ആമേൻ. നമ്മുടെ മുമ്പിൽ ദൈവം നൽകിയിരിക്കുന്ന വിളിയെ നമുക്ക് ഹൃദയപൂർവ്വം ഗൗരവമായിട്ട് സ്വീകരിക്കാം. Let us come out of the forms of spirituality. ഭക്തിയുടെ എല്ലാ പുറമേഷത്തിൽ നമുക്ക് പുറത്തേക്ക് വരാം. And really let us live it. നമുക്ക് മുമ്പോട്ട് ജീവിക്കാം. God bless you.